ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ അടുക്കളയിലൊക്കെ കയറി ചായയൊക്കെ എന്നിട്ട് കുടിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മദ്രസ ഉണ്ട്, അപ്പോൾ അവർക്ക് കഴിക്കാൻ ഒന്നും കൊണ്ടുപോകുന്നു. കാരണം നല്ല മന്തി വാങ്ങിച്ചത്, അപ്പോൾ അതുണ്ട് അവർക്ക്. അത് ചൂടാക്കി കൊടുത്താലും മതി. പിന്നെ സ്നാക്സിന് ഞാൻ മാതളങ്ങ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി കുറേ തുണി നല്ല മഴ പെയ്തപ്പോൾ വലിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അശയിലൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ച് മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ദേഷ്യം വരും ഈ പുല്ല് കാണുമ്പോൾ. മഴ തോരാതെ എന്തായാലും അതിനിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് വെയിലൊക്കെ കാണുന്നുണ്ട്, അപ്പം ഒന്ന് കുറച്ച് നേരം ഒന്ന് പറിച്ചെടുത്താലോ ഒരു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി തണ്ണീന് വെള്ളം വെച്ചിട്ട് പോയിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിനായി കരിയൊക്കെ ഇട്ട് കുറച്ച് സാമ്പാറും ഉണ്ടാക്കണം. അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിനകത്ത് ഇട്ട് കൊടുത്താൽ. പരിപ്പില്ലായിരുന്നു, കുറച്ച് തുമരപ്പരിപ്പുള്ളായിരുന്നു, അതങ്ങ് കഴുകിയിട്ട് മാതളങ്ങ കറി നാരങ്ങ കൊടുന്നായിരുന്നു അച്ചാറിടാൻ. അപ്പം അതും തന്നെ ഒന്ന് നുറുക്കി അച്ചാറിട്ട് വെക്കണം. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതങ്ങ് വെള്ളത്തിലിട്ടൊക്കെ ഇട്ട് കുറച്ച് ഉച്ചക്കത്തേക്ക് പൊരിക്കുകയും ചെയ്യാം, കുറച്ച് ബ്രോസ്റ്റ് ഉണ്ടാക്കും വേണമെന്നില്ല. അവയെ നാരങ്ങയൊക്കെ അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കട്ടെ, ഒത്തിരി പാത്രങ്ങളുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊളിച്ചെടുക്കാനും. അവിടെ തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എത്ര അച്ചാറിട്ടാലും ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പലഹാരത്തിൻ്റെ കൂടെയും എന്ത് കഴിക്കുകയാണെങ്കിലും എനിക്ക് അച്ചാർ വേണം. ഇത് നമ്മളെ മുളകുമ്മ തന്നെ ഉണ്ടായതാണ്. പക്ഷെ വലിയ എരിവൊന്നുമില്ല ഈ മുളകിന്. ഞാൻ മഞ്ഞക്ക് അച്ചാറിടാന്ന് വിചാരിക്കുന്നുണ്ട്. കായം കഷ്ണമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ എണ്ണ ചൂടായിക്കിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്താൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പൊടിച്ചെടുക്കാൻ നമുക്ക്. അച്ചാറൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ പൊടി വേണം, എളുപ്പമുണ്ട്. അങ്ങനെ ഉലുവായും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മുളകൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ മഞ്ഞൾക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. മുളകും പൊടി തീർന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. സാമ്പാറിന് പരിപ്പ് കമ്മിയായതുകൊണ്ട് തന്നെ കുറച്ച് കടല മാവിൻ്റെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ചിക്കനും കൂടെ അങ്ങോട്ട് വേവിച്ച് വെച്ചാൽ ഞാൻ എപ്പോൾ ചിക്കൻ വറക്കുകയാണെങ്കിലും
എണ്ണയിൽ മുക്കി പൊരിച്ച് ഞാൻ കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾക്ക്. ആദ്യം നല്ലപോലെ തിളപ്പിക്കാൻ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും, എണ്ണ ഇറങ്ങും. അങ്ങനെ വേവിച്ചതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ഇതാക്കി കൊടുക്കുകയുള്ളൂ. പിന്നെ രാത്രി ബ്രോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സാധനം കൂടി ചിക്കനും തന്നെ മസാലയൊക്കെ തേച്ച് വെക്കണം. ആദ്യം പാലെടുത്ത് അതിലേക്ക് വിനാഗിരിയും സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ 1 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ കുരുമുളകും പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ ചിക്കൻ മുങ്ങിക്കിടക്കാൻ രീതിക്ക് നമ്മൾ വെച്ച് ഇങ്ങനെ നമ്മളൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കട്ടെ. ഇപ്പോൾ സമയം ഒരു 12 മണി കഴിഞ്ഞ് ഇപ്പം രാത്രി 8 മണി 9 മണിക്കൊക്കെ തന്നെ എടുക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ. ഹൈമിമോളൊന്ന് മദ്രസ പോയിട്ടില്ല, എണീറ്റില്ല. അവൾ എത്ര വിളിച്ചിട്ട് അവൾ എണീറ്റില്ല. പിന്നെ റുബമോൾ മാത്രം. അപ്പോൾ ഓക്ക് വിശക്കണമെന്നും പറഞ്ഞ് ഓക്ക് ചോറെടുത്ത് കൊടുക്കട്ടെ. എനിക്ക് കഴിക്കണമെങ്കിൽ നിസ്കാരം അതൊക്കെ കഴിയണം. പിന്നെ അവൾക്ക് അതൊക്കെ എടുത്ത് കൊടുത്ത് അവളെ ചോറുണ്ണാൻ പോയി. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് രാത്രി ഒരു 9 മണിക്കായിട്ടാണ്. നിസ്കാരം ഓത്തും വായന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അടുക്കളയിൽ കയറിയത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാരണം ഇക്ക വന്നിട്ട് വേണ്ടേ. അപ്പോൾ അവർക്ക് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാത്രം മതി എന്ന് പറഞ്ഞ് ഇക്കയുടെ ബണ്ണും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടിയെങ്കിൽ ഇക്ക വരുമ്പോൾ ഇനി എത്ര ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല സമയം. ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് വൈകും. അങ്ങനെ പിന്നെ ഞാൻ കിഴങ്ങൊന്ന് വെല്ലൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ കിഴങ്ങൊക്കെ വെന്തഞ്ഞി അതൊന്ന് കുക്കറിനകത്തിട്ട് കണ്ട് അതിന് ബ്രോസ്റ്റ് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഈ കിഴങ്ങൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മുട്ടയും കുറച്ച് മൈദ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇവിടെ ഇതിൻ്റെ ഓട്സിൻ്റെ പൊടി ഉണ്ടായിരുന്നു. എനിക്ക് കുറുക്കി കുടിക്കാൻ വേണ്ടി ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം അതിനകത്ത് മുക്കിയിട്ട് അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കിഴങ്ങ് ആദ്യം ഒന്ന് വറുത്തെടുത്താൽ പിന്നെ ആ എണ്ണയിൽ അങ്ങ് മുക്കി പൊരിച്ചാൽ മതിയല്ലോ. ഞാൻ ചിക്കൻ ഓരോന്നോരോന്നങ്ങ് വറുത്തെടുക്കട്ടെ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചിക്കൻ ഓരോന്നോരോന്നിട്ട് അങ്ങനെ അടച്ച് വെച്ച് അതിൻ്റെ വിസിൽ ഊരി വെച്ചുകൊണ്ട് കുറഞ്ഞ തീയിൽ അങ്ങനെ ഇട്ട് വേവിച്ചെടുത്ത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ വേസ്റ്റ് ആവില്ല. ഇത് പൊരിച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ എനിക്ക് റോസ്റ്റ് ഉണ്ടാക്കണം. സിയായിക്ക വരുമ്പോഴത്തേന് വന്നിട്ടുണ്ട് ആൾ കുളിക്കാൻ കയറാൻ. കുളി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ കഴിക്കാനിരിക്കുള്ളൂ. അങ്ങനെ പിന്നെ റോസ്റ്റും ഇതൊക്കെ റെഡിയായി. ഇനി ഇത് കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും.
ഇക്കാകെ 2 ദോശയല്ല അപ്പത്തിൻ്റെ മാവാണ്. അപ്പത്തിൻ്റെ മാവ് ചട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ദോശ ചട്ടിയിൽ ഒഴിച്ചേന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.